ഹായ്, രാവിലെ എണീക്കുമ്പോൾ തന്നെ എത്ര മനോഹരമായ ബാൽക്കണി വ്യൂ ആണെന്നറിയാവൂ. ഹോ, വാട്ട് എ ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബാൽക്കണി തുറക്കാറില്ല. പിന്നെ എൻ്റെ മുറിയിൽ ദാ ഇങ്ങനെ ഒരു വെയിങ് മെഷീനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫുഡ് ഡയറ്റിംഗ് ഫ്രീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, ഹെൽത്ത് ഫ്രീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ റൂമിൽ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ അതിനൊരു വിഷമമാവണ്ടല്ലോ എന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് പോയി ചവിട്ടി നോക്കാറുണ്ട്. പിന്നെ രാവിലെ പുറപ്പെടുകയാണ്, ബാഗും ബുക്കണമൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. എൻ്റെ റൂമിൻ്റെ പ്രത്യേകത എന്താ അറിയാമോ? ഞാൻ താമസിക്കുന്ന ഇടവഴി എന്ന് പറയുന്നത് കോഞ്ചറിങ്ങിൻ്റെ സെറ്റ് ഇട്ട ഫീലിംഗ് ആണ്. കുറച്ച് വാലക്കും നണ്ണും അവരെയൊക്കെ മാത്രം മിസ്സിങ് ആയിട്ടുള്ളൂ. പാട്ട് പോലും ഏകദേശം അതിനോട് എന്താ പറയുക, ഒരു സിമിലാരിറ്റി വരുന്ന പോലത്തെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത്. പിന്നെ നിങ്ങൾ ഉഴുന്നുവട കണ്ടായിരുന്നല്ലോ, അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് തുടക്കം. പിന്നെ ഈ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല് ചുറ്റും കൺസ്ട്രക്ഷൻസ് നടക്കുന്നതുകൊണ്ട് ഒരു വൈബ് കിട്ടാനില്ല. അത് ഉള്ള കാര്യമാണ്. പിന്നെ ഉള്ള വൈബും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെന്താ, ഈ നിൽക്കുന്ന പുള്ളി ഞാൻ വിചാരിച്ചു ബാഹുബലിയുടെ പ്രതിമയാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് വേറെ ഏതോ വായിക്കൊള്ളാത്ത ഒരു പുള്ളിയുടെ പ്രതിമയാണ്. നമ്മൾ ബഹുമാന പുരസ്കാരം ആ പേര് പോലും ഞാൻ ഉച്ചരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ചിലപ്പോൾ തെറ്റിയാലോ. ഇതൊരു ഫുഡ് വ്ലോഗായി മാറുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. കാരണം എടുക്കുന്നതിൽ പലതും ബിരിയാണിയുടെയും ഉഴുന്നുവടയുടെയും ചായയുടെയും കാപ്പിയുടെയും ഒക്കെ പടമാണ്. ഞാൻ പറഞ്ഞില്ലേ ബിരിയാണിയുടെ പടം വന്നു, ബിരിയാണിയുടെ പടം വന്നു. എനിക്ക് തോന്നുന്നു ഇനി അതെ ചായയുടെ പടമാണ് വരുന്നത്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന സാധനം, ഇതിൻ്റെ പേര് പരിപ്പട എന്നാണ് പറയുന്നത്. പക്ഷേ മല്ലിയിലയുടെ അതിപ്രസരം കാരണം വായി വെച്ച് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അത് ശകലം കഴിച്ചു. ബട്ട് ഇതെന്താണെന്നറിയാമോ, ഇത് ഫോട്ടോ എടുക്കാനുള്ള ഒരിതിലായിരുന്നു. പക്ഷേ എന്തോ ഞാൻ ബ്ലോഗിലേക്ക് അത് കടന്നു. അപ്പോൾ ആ ഏരിയ ലിഫ്റ്റ് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ലിഫ്റ്റാണ്. ആ ലിഫ്റ്റ് ഞങ്ങളെ എല്ലാവരും കൂടെ ഉൾക്കൊള്ളിക്കാൻ ഞാൻ വളരെയധികം പ്രയാസപ്പെടുന്നതാണ് കാണുന്നത്. പിന്നെ തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ട് ബസ്സിന് കയറേണ്ട ഒരവസ്ഥ വന്നിരുന്നു. അതായത് നമ്മുടെ അവിടുന്ന് ബസ് പിടിച്ച് വേണം, അല്ലെങ്കിൽ കുറച്ച് ഏറെ നടക്കണം, ഊബറിന് കുറച്ചധികം പൈസ കൊടുക്കണം. പക്ഷെ മനസ്സിലായി ഊബറിന് പൈസ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബസ് പിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ശവമായിട്ടായിരിക്കും വരിക. പിന്നെന്താ, അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റ. അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.